ആന്റണിയും തെസ്നി ഖാനും അടുത്ത സുഹൃത്തുക്കളാണ്. വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ സൗഹൃദം ഇന്നും ഇരുവരും നിലനിർത്തുന്നുണ്ട്. കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം ഇവർ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിത് ഫ്ലവേഴ്സ് 1 കോടിയിൽ അതിഥിയായി എത്തിയിരിക്കുകയാണ് ഇരുവരും. തൻ്റെ ആദ്യ സിനിമയെക്കുറിച്ച് ബീന ഷോയിൽ സംസാരിച്ചിരുന്നു. മമ്മൂട്ടിയായിരുന്നു ചിത്രത്തിലെ നായകൻ. കനൽക്കാറ്റിൽ ഒത്തിരി പ്രമുഖരുണ്ടായിരുന്നു. പറവൂർ ഭരതൻ ചേട്ടൻ്റെ മകളായാണ് വേഷമിട്ടത്. നത്ത് നാരായണൻ എന്ന വാടക ഗുണ്ടയായാണ് മമ്മൂക്ക വേഷമിട്ടത്. രാത്രി വാടക ചോദിക്കാൻ വരുന്നതും ഇടയ്ക്ക് എന്നെ കയറി പിടിക്കാൻ നോക്കുന്നതും അച്ഛൻ നിലവിളിക്കുന്നതുമായിരുന്നു സീൻ. ഇതിനു മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് മമ്മൂക്ക ചോദിച്ചിരുന്നു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കൊള്ളാം, നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്നായിരുന്നു പറഞ്ഞത്. അതെനിക്ക് കിട്ടിയ വലിയൊരു കോംപ്ലിമെൻ്റ് ആയിരുന്നു. അടുത്ത കാലത്ത് ഞാൻ മമ്മൂക്കയോട് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു. മമ്മൂക്കയോടൊപ്പം വർക്ക് ചെയ്യാൻ എനിക്കും അവസരം കിട്ടിയെന്നായിരുന്നു തെസ്നി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കാമുകിയായും അഭിനയിച്ചിട്ടുണ്ട്. വില്ലത്തരവും കണ്ണീർ വേഷങ്ങളുമൊക്കെ ചെയ്യാറുണ്ടെങ്കിലും പൊതുവെ കോമഡിയാണ് കൂടുതൽ താല്പര്യമെന്ന് ബീന പറയുന്നു. ഒത്തിരി സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിനക്ക് ഇത്രയും ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. ഹ്യൂമറസ് ആയൊരു പരമ്പരയിൽ ഞാൻ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹിറ്റായിരുന്നു ആ സീരിയൽ. എൻ്റെ അപ്പച്ചന് വലിയ പേടിയായിരുന്നു എനിക്ക്. ഭയങ്കര ദേഷ്യക്കാരനാണ് അദ്ദേഹം. 41 ദിവസത്തെ വ്രതമെടുത്ത ശബരിമലയിൽ പോകുമായിരുന്നു. ആ സമയത്ത് ഞങ്ങളും വ്രതം എടുക്കാറുണ്ട്. ഇനിയും ഇങ്ങനെ ചെയ്താൽ മക്കളുടെ കെട്ട് നടത്തി തരില്ലെന്ന് പള്ളിയിൽ നിന്നും പറഞ്ഞിരുന്നു. അത് വേണമെന്നില്ല, എൻ്റെ മക്കളെ ഞാൻ തന്നെ കെട്ടിച്ച് വിട്ടോളാമെന്നായിരുന്നു അപ്പച്ചൻ്റെ മറുപടി. എൻജിനീയറിംഗ് പോവാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പ്രീ ഡിഗ്രിക്ക് തോറ്റു. ഇതെങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും എന്നോർത്ത് ഭയങ്കരമായി ടെൻഷൻ അടിച്ചിരുന്നു. വീട്ടിലേക്ക് പോവാൻ ധൈര്യമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടി റെയിൽവേ ട്രാക്കിലൂടെ നടന്നിരുന്നു. ഞാൻ പാളത്തിലൂടെ നടന്നു പോകുന്നത് ഒരു ബന്ധു കണ്ടിരുന്നു. അവരാണ് എന്നെയും കൂട്ടി വീട്ടിലേക്ക് വന്നത്. വിവരമറിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ കണ്ണ് നിറഞ്ഞു. അന്നാണ് അപ്പച്ചൻ്റെ ഉള്ളിലെ സ്നേഹം ശരിക്കും മനസ്സിലാക്കിയതെന്നും ബീന പറയുന്നു.